നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ മൊബൈൽ നമ്പർ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും, നിങ്ങൾക്കത് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനൊരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ട്രേഡിംഗ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് അനദർ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ 1 year ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്ന പോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് കാണാം, കണ്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നൊരു റൂമുണ്ട്. എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരു മെൻ്റലി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ലൈവ് ട്രേഡിംഗ് റൂമും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. എന്തായാലും നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും പഠിക്കാനാണെങ്കിലും ലൈവിലെ ആ ഒരു ഡിസ്കഷൻ റൂമിലേക്കാണെങ്കിലും നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, നമുക്ക് നേരെ ആ വ്യൂവിലേക്ക് കിടക്കാം. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്തിട്ട് എൻട്രിയൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,509 അപ്പോൾ നമുക്ക് ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ എത്രമാത്രം ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ചെയ്ത ഒരു ട്രേഡിൻ്റെ ഒരു ലൈവ് വീഡിയോ ഇന്നത്തെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ പബ്ലിക് ടെലഗ്രാം ചാനലിലോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആവറേജ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 3-4 ട്രേഡ് ആവറേജ് ചെയ്ത ഒരു ട്രേഡ് ഞാൻ എങ്ങനെ, അതായത് സിംഗിൾ ലോട്ടിൽ എടുത്തുകൊണ്ട് നമുക്കൊരു 7 ലോട്ട് വരെ മാക്സിമം ആവറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വ്യൂ ആണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രോഫിറ്റിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തത്. പക്ഷെ അതിൽ നമ്മൾ ഇറങ്ങണ്ടെന്നൊന്നും പറയില്ല. നമ്മൾ ഓവർനൈറ്റ് ഹോൾഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനതിൽ ചെയ്തിട്ടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹ്യൂജ് പ്രോഫിറ്റ് ഒന്നുമല്ല. കാരണം സിംഗിൾ ലോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ 10 ലോട്ട് എടുക്കാനാണെങ്കിലും 20 ലോട്ട് എടുക്കാനാണെങ്കിലും നമുക്ക് സിംഗിൾ ലോട്ടിലാണ് അതിൻ്റെ എൻട്രി പോസിബിൾ ആയിട്ടുള്ളൂ. പബ്ലിക് ടെലഗ്രാം ചാനലിൽ അത് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡിങ് ഗ്യാംബ്ലിംഗ് ആണോ അതോ ചാക്കോ മാഷിൻ്റെ കണക്കാണോ എന്ന് കാണിച്ചുകൊണ്ട്. അപ്പം അതിൻ്റെ വ്യൂ ഇങ്ങനെയായിരുന്നു. അപ്പോൾ 9100-ലോ 90-ലോ എങ്ങാണ്ടാണ് ഒരു എൻട്രി എടുത്തത്. അത് ഓൾമോസ്റ്റ് ഞാൻ എഗെയിൻസ്റ്റ് ആട്ടോ എടുത്തത്. കാരണം ഈ ഭാഗത്ത് RSI ക്രോസ് ഓവറായിട്ട് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുത്തത്. ശരിക്കും ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഫാളായി തിരിച്ച് ഇവിടെ വരുന്ന ഭാഗം വരെ, അതായത് ഏതാണ്ട് ഈ ഒരു ഭാഗം വരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കാരണം മാർക്കറ്റ് സിയിലേക്കാണെന്ന് അറിയാമായിരുന്നിട്ടും പിയിൽ ആവറേജ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നമ്മളൊരു യഥാർത്ഥ വ്യൂവിലേക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മാസീവായിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാവില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ടെൻഷൻ ഇല്ലാതെ നമുക്ക് എടുക്കും മാറാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ എൻട്രി ഇവിടെ ഒരു ആരോ കാണാം, ഇവിടെ എടുത്തു. അത് നല്ല രീതിയിൽ ലോസിലേക്ക് വന്നു. അത് നമ്മൾ രണ്ടാമത് 78-ൽ എൻട്രി എടുത്തു, അതും ലോസിലേക്ക് പോയി. ലാസ്റ്റ് 65 ആ ഭാഗത്ത് എൻട്രി എടുത്തിട്ട് അത് 91-ൽ വിൽക്കുകയാണ് ഉണ്ടായത്. ഏകദേശം ഒരു നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം അതിൽ പ്രോഫിറ്റ് ലെവലൊക്കെ എത്ര വരെ വന്നു എന്നുള്ളത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 1 ലോട്ട്, ഇവിടെ 2 ലോട്ട്, ഇവിടെ 4 ലോട്ട് എടുത്ത് 7 ലോട്ടിലാണ് ഇവിടം വരെ കറക്റ്റായിട്ടൊരു ടാർഗറ്റിൽ നമ്മൾ ഇറങ്ങിയത്. ആ വീഡിയോ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ 4 ദിവസമായിട്ടും സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അത് നേരെ ലോസിൻ്റെ അളവ് ചിലപ്പോൾ ഇത്തിരി കൂടുതലായിരിക്കും, പ്രോഫിറ്റിൻ്റെ അളവ് ലേശം കുറവായിരിക്കും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക്
പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓൾറെഡി ഒരു 4 വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊരു 21 വീഡിയോ ചെയ്യാനായിട്ടാണ് ഉദ്ദേശം. അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് പഠിക്കാനാണെങ്കിലും യൂസ്ഫുൾ ആണെങ്കിലും അത്ര നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു സ്ട്രാറ്റജി ബേസിലാണ് അത് പോണത്. അതിൻ്റെ അടിസ്ഥാനം ഈ ഒരു ചാർട്ട് തന്നെയാണ് കേട്ടോ. ടെൻഷൻ ഇല്ലാതെ, കാരണം നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ലോസിലേക്ക് പോവല്ലേ എന്നല്ലേ പ്രാർത്ഥിക്കണേ. പക്ഷേ ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ അയ്യോ അത് ലോസിലേക്ക് വരട്ടെ എങ്കിലല്ലേ കൂടുതൽ ലോട്ട് സൈസ് ഇട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നിഫ്റ്റി 25ലേക്ക് ആക്കിയപ്പോൾ 20 ലോട്ട് വരെ എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡെയിലി വേണ്ട ഒരു 1000 റുപ്പീസ് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 20,000 റുപ്പീസായി നമുക്കൊരു മാസം എന്ന് പറയുന്നത്. അതിങ്ങനെ ലോട്ട് സൈസ് കൂട്ടി 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 നമുക്ക് കൊണ്ടുവരാനായിട്ടും ലക്ഷക്കണക്കിന് സ്ട്രാറ്റജീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് പോസിബിളായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും, ഏതൊരാൾക്കും പറ്റും. സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തെറ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിവേ അതവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ സിംഗിൾ ലോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് ഡബിൾ ലോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് 3 ലോട്ടിൽ പോവാം. അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 22,509 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ RSI സ്റ്റിൽ പി സൈഡിലേക്കാണ് ഡൈവർജൻസ് ആയിട്ട് കറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 22,477 മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇപ്പോൾ എവിടെ കറങ്ങി തിരിഞ്ഞു പോയാലും തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാളെയോ മറ്റന്നാളോ 5 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കളി സ്റ്റാർട്ട് ചെയ്തു IPL. ഓക്കെ, അപ്പോൾ 22,477 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ലെവലുണ്ട് 22,342 മാർക്കറ്റ് ഫാൾ ആവുന്നത്. നേരെ മറിച്ച് 22,477 സപ്പോർട്ട് എടുക്കുകയോ നിൽക്കുന്ന ലെവലിലൊന്നും മുകളിലോട്ട് പോവുകയാണെങ്കിൽ 22,589 അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് എവിടം വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22,697 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കുറച്ചും കൂടെ നമുക്ക് വൈഡായിട്ട് അനലൈസ് ചെയ്താൽ കിട്ടുമെന്ന് നോക്കാം ഏരിയാസ്. മേജർ റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയുന്നത് 22,610 അതും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പിന്നെ പോകുന്നത് ഈ ഒരു ഹൈയിലേക്കായിരിക്കും, 22,788 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ മാർക്കറ്റ് മേജർ റെസിസ്റ്റൻ്റ് ആണ് 22,610. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 22,855 മാർക്കറ്റ് മൂവ് ചെയ്യണത്. 22,477 ബ്രേക്ക് ചെയ്താൽ 22,267 22,179 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതിനിടയ്ക്ക് 22,342 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നാളത്തെ ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇൻഡെക്സിനെ പറ്റി പറയാനുള്ളത്. അതേപോലെ ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് ഒരു സെൻട്രൽ പോയിന്റിലാണ്, ഡോട്ടിലാണ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഫാളായി കഴിഞ്ഞാൽ സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 22,542 മാർക്കറ്റ് നിൽക്കുന്നത് 22,590. അപ്പോൾ 22,545 22,507 നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ എത്താൻ പോകുന്ന ഒരു ഏരിയ. നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പർ സർക്യൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ 22,665 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നാളെ ഓപ്പൺ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വൈറ്റ് ഡോട്ടിന് താഴെയാണോ അതോ ഈ റെഡ് ഡോട്ടിന് മുകളിലാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നാളെ ആലോചിക്കാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളത്തെ സ്ട്രൈക്കുകൾ 22,400 സിയിൽ 22,400 22,500 പിന്നെ 22,800 ഏറ്റവും റേറ്റ് കുറഞ്ഞത്, പിന്നെ 22,600 കുഴപ്പമില്ല. പിയുടെ കേസിലാണെങ്കിൽ 22,600 22,500 22,400 22,200 മേജറായിട്ടുള്ള സ്ട്രൈക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തികച്ചും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം.
നമ്മൾ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പുറകെ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴാണ്. ഒരിക്കലും ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പഠിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് ചെല്ലുമ്പോഴാണ് നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഡോക്ടറിന് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു എൻജിനീയറിങ് പഠിക്കുന്ന പോലെ വേണ്ട. അല്ലെങ്കിൽ ഒരു പെയിൻറ് പണിക്കാരനാണെങ്കിലും കൽപ്പണിക്കാരനാണെങ്കിലും എന്താണെങ്കിലും നേരെ വന്ന് വീട് കെട്ടിപ്പൊക്കുകയല്ല. അതിന് ഹെൽപ്പറായിട്ട് നിന്ന് അത് കഴിഞ്ഞിട്ട് എടുത്തു കൊടുക്കാൻ നിന്ന് പിന്നെ പതുക്കെ തേച്ച് തുടങ്ങി കെട്ടിത്തുടങ്ങിയിട്ടൊക്കെയാണ് ഏതൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ആളും ഉയരത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഒരാഴ്ച കൊണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹമായിട്ട് ആരെങ്കിലും മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് വാഷ് ഔട്ട് ആവണം, അല്ലാതെ യാതൊരുവിധ പ്രയോജനം ഉണ്ടാവത്തില്ല. മിനിമം ഒരു 6 മാസമെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ടൈമാണ്. അതായത് ലോസിനെ കണ്ടുകൊണ്ട് വേണം 6 മാസം ട്രേഡ് ചെയ്യാൻ. പിന്നെയുള്ള ഒരു 6 മാസം പ്രോഫിറ്റും ലോസുമായിട്ടുള്ള കളികളാണ്. അപ്പോൾ 1 വർഷമായി. അതിനുശേഷം മാത്രമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ലോസ് കണ്ടും പ്രോഫിറ്റ് കണ്ടും മാറി മാറി വരുമ്പോഴാണ് നമ്മുടെ മൈൻഡ് സെറ്റ് സ്റ്റേബിൾ ആവാനും നമുക്കൊരു ഡിസിപ്ലിൻ ട്രേഡർ ആവാനായിട്ടും പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ട്രേഡ് ചെയ്ത് തന്നെ പഠിക്കണം. അതിന് നമ്മൾ വന്ന ഉടനെ 10 ലോട്ട് 20 ലോട്ട് 30 ലോട്ടല്ല, 1 ലോട്ടിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, പ്ലേലിസ്റ്റിലെ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ചാർട്ട് റീഡിങ്, അതായത് ട്രേഡിംഗ് അല്ല ചാർട്ട് റീഡിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. ഇപ്പോൾ ഒരു മെത്തേഡും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ആവറേജിങ് സിസ്റ്റം എന്നുള്ള ഒരു മെത്തേഡും കൂടെ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇതിലുടനീളം വന്ന് കാണും. ഒരു ആവറേജിങ് വിഷൻ എന്ന് പറഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പ്ലേലിസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.